ഹലോ ഹലോ. ഭാവിച്ചി, എന്തോയി? എനക്കെന്താടോ ഒരു വിഷമം? എനിക്കൊരു വിഷമമില്ല. പിന്നെന്താ ഞാൻ വിളിക്കുമ്പോൾ എന്നെ നോക്കാത്തത്? സാധാരണ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ മുഖത്തൊക്കെ നോക്കിയെന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. ഇപ്പം എന്നെ പറ്റി? ചുമ്മാ. എനക്കെന്തോ ഒരു താല്പര്യക്കുറവുണ്ടല്ലോ. താല്പര്യക്കുറവൊന്നുമില്ല, എപ്പോഴും ആ മുഖത്ത് തന്നെയല്ലേ കാണുന്നത്, അതുകൊണ്ടോ? അപ്പം ഇനി വേറെ മുഖം കാണണമെന്നുണ്ടാ? അങ്ങനൊന്നുമില്ല, പിന്നെ ചുമ്മാ. പിന്നെ എങ്ങനെയാണെന്ന് പറയുമെങ്കിൽ? അതെ, ഓയ്, എനിക്കിത്തിരി പിണക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുഖത്ത് നോക്കാൻ വേണ്ടിയിരുന്നു. അതപ്പോൾ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ എനിക്ക് പിണക്കാവും നിങ്ങളുമായിട്ട്? എന്താണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് സംഭവിച്ചതാ നിനക്കൊന്നറിയില്ല? ഇല്ല ഭാവിച്ചി, എനിക്ക് ഓർമ്മയില്ല ഈ പറഞ്ഞതായോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുടെ കാര്യമുണ്ടോ? ആ, എന്നെ വിളിക്കണമെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വരും, പക്ഷെ മറന്നു പോകും. അതേ മനസ്സിലാവും. ചുമ്മാ പറഞ്ഞേ. എനക്ക് എന്താടോ ഒരു ഇത്? എന്നോട് പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ പോയിക്കോന്ന്. അതെന്നോട് ഞാൻ ചോദിച്ചില്ലേ. എനിക്ക് പോകണമെങ്കിൽ ഈ പൊക്കോന്ന് വായിച്ച് അത് പറഞ്ഞിട്ട് എന്തിനാ പിണങ്ങിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് എന്താ ചെയ്തേ? എന്നിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റൂലോ. അത് സാരമില്ല, ആരെങ്കിലുമൊക്കെ റെഡിയാക്കാം. ഈ പോണ കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ. അക്കോ ഞാൻ പോകുന്നുണ്ടെന്ന് മാത്രം പറയുമ്പോൾ എങ്ങനെയാണ് ഞാൻ ആരെങ്കിലും സെറ്റ് ചെയ്യാൻ? അത് സെറ്റ് ചെയ്യണം. അതെങ്ങനെ സംഭവിക്കുക? അതൊക്കെ സെറ്റാക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞൂടെ. പോണം എന്ന് പറഞ്ഞാൽ അപ്പ പോയിരിക്കണം. അനക്കിപ്പോൾ ആദ്യമേ പറഞ്ഞൂടായിരുന്നത്? ഈ പറഞ്ഞ എന്താ അക്കോ ഞാൻ പോകും എപ്പോഴാന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ പിണങ്ങിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. എൻ്റെ പൊന്നു ആവശ്യം, ഞാൻ എന്നോട് ഒരുപാട് തവണ വിളിച്ചപ്പം ചോദിച്ചതല്ല ഈ എന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നില്ല, ഞാൻ പോകുമ്പോൾ കാക്കാനോട് പറയാം. എന്നിട്ട് ഈ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാം, ഫോൺ വിളിച്ചപ്പം എടുത്തില്ലല്ലോ. അത് സാരമില്ല, ഇനിയിപ്പോൾ ക്ഷമിച്ചാളാ. നമുക്ക് ഇന്ന് സെറ്റാക്കി തരുമോ? നമുക്ക് നാളെ റെഡിയാക്കാം. അപ്പൊ ഇന്ന് സെറ്റാക്കി തരത്തില്ല? അതാ പറഞ്ഞത്, ഇന്ന് റെഡിയാക്കിയാൽ നാളെയല്ലേ പോകാൻ കഴിയുള്ളൂ. അത് ശരിയാക്കാം. ഏതാ ആലോചിച്ചിട്ട് വിഷമിച്ചൊന്നും ഇരിക്കണ്ട. എനക്ക് പോയാൽ പോരെ, എനക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം? ധൈര്യമായിട്ട് പൊക്കളാനേ പറയുള്ളൂ. ഈ പൊക്കോ, ഒരു സീനില്ല കേട്ടോ. എപ്പോഴാ പോവാ? പോയിട്ട് എപ്പോഴാണ് വരിക? അപ്പോൾ നാളെ പോയാല്? അതെ, പോണല്ലോ ഉള്ളൂ, അപ്പൊ തന്നെ ചോദിക്കുക എപ്പോഴാ വരാൻ. അല്ല, പോകുന്ന കാര്യം തീരുമാനിച്ചല്ലോ, അപ്പോൾ വരുന്നതും ഒന്ന് തീരുമാനിക്കുന്നത് കുറച്ച് നന്നായിരിക്കും. വരുന്നത് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അപ്പോൾ വരണില്ലേ? വരുന്നേ അവിടെ തീരുമാനിക്കാന്നല്ല പറഞ്ഞേ. അല്ല, വരണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, വരുന്നില്ലേലും വരണ്ട, കുഴപ്പമൊന്നുമില്ലേ. ഇപ്പം എന്നെ കൊണ്ട് വലിയ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഓഹോ, എന്താ വെച്ച് എനക്ക് പറഞ്ഞത് ഫീൽ ചെയ്തോ? ഫീൽ ചെയ്തു. സോറി. സോറി. ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. കണ്ടുവച്ചിട്ടുണ്ടാവും. ഞാൻ ഉണ്ട് വായിച്ചേ, ഒരുപാട് പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരുപാട് എന്തിനാ, ഒരെണ്ണം പോലെ. അതാ പറഞ്ഞത്, ഒന്നിൻ്റെ ക്ഷീണം തീർന്നേ ഉള്ളേ. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അടുത്തയിലേക്ക് ഈ അവിടെ ഇരുന്നോളെ കേട്ടാ. എൻ്റെ പന്നാര മോളെ, ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഇനി മേലെ വഴക്കണ വരില്ലേ? ഒക്കെ വയ്യാത്തോണ്ടായോ എന്നോട്ട് കിടന്ന് തല്ലുണ്ടാക്കാനും വിഷമിച്ചിരിക്കാനും? ആണെൻ്റെ പൊന്ന വെച്ചേ, അത് അനുഭവിച്ചാലേ മനസ്സിലാവത്തുള്ളൂ ആ രസം കേട്ടാ. കേട്ടു.